നാസ ISRO സംയുക്ത ദൗത്യമായ ഭൗമനിരീക്ഷണ ഉപഗ്രഹം നൈസറിന്റെ വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5 seconds. That's a magnificent of the GSLV F-16 NISAR mission. The deafening roar of GSLV and beautiful silhouette. വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രജിനേറെ നിർണായകമായ ദൗത്യമാണ്. ഒരുപാട് സുപ്രധാനമായ വിവരങ്ങൾ പല മേഖലകളിലായി നമുക്ക് ലഭ്യമാകും എന്ന് കരുതുന്ന ദൗത്യമാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്നതുൾപ്പെടെ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പഠനത്തിൻ്റെ പരിധിയിലേക്ക് വരിക? അതെത്രത്തോളം നിർണായകമായിരിക്കും പ്രജിൻ? ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഉപഗ്രഹമാണ് നൈസർ എന്ന് പറയാതെ വയ്യ. കാരണം 10 വർഷത്തിലേറെ സമയമെടുത്താണ് ഈ ഉപഗ്രഹത്തെ നാസയിലെയും ISROയിലെയും ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത് എന്നതിൽ തന്നെയുണ്ട് പ്രത്യേകത. 2014 തുടങ്ങിയ ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ പൂർത്തിയായത്, ഇപ്പോൾ ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നത്. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് ഏജൻസികൾക്കും ഈ ദൗത്യം എന്നുള്ളത്. മറ്റൊന്ന്, അമേരിക്കയും ഇന്ത്യയും ആദ്യമായി ഒരു ബഹിരാകാശ ദൗത്യത്തിൽ ഏർപ്പെടുന്നു സംയുക്തമായി എന്നതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ചെലവേറിയ, ഇതുവരെയും ലോകത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ ദൗത്യമായി ഇത് മാറുന്നുണ്ട് നൈസർ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നൈസറിനുണ്ട്. മാത്രമല്ല, ലോകത്തിൽ ആദ്യമായാണ് 2 വ്യത്യസ്ത ഫ്രീക്വൻസി ഉള്ള റഡാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപഗ്രഹം ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് നൈസർ. ആ നൈസറിന്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു GSLV F-16 എന്ന റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഈ വിക്ഷേപണം. അതിലുമുണ്ട് പ്രത്യേകത. GSLV എന്നാൽ ജിയോ സ്റ്റേഷനറി ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ അയക്കാനുള്ള റോക്കറ്റാണ് GSLV. നമ്മുടെ ഏറ്റവും കരുത്തെ ഉള്ള റോക്കറ്റുകളൊന്നാണ് ISROയുടെ. പക്ഷേ ഇതാദ്യമായി GSLV റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൺ സിൻക്രണസ് അല്ലെങ്കിൽ സൗരസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹത്തെ എത്തിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതായത് ഭൂമിയുടെ അതേ വേഗത്തിൽ കറങ്ങുന്ന ഭ്രമണപഥമാണ് ഭൗമസ്ഥിരമെങ്കിൽ ഇത് സൂര്യന് കണക്കാക്കിയുള്ള അല്ലെങ്കിൽ പോളാർ ധ്രുവങ്ങളിലൂടെ പോകുന്ന ഭ്രമണപഥമാണ്. അവിടേക്കാണ് ഇപ്പോൾ നൈസറിനെ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ റീത്ത് പറഞ്ഞതുപോലെ തന്നെ കരഭാഗം, ഒപ്പം തന്നെ ഭൂഗർഭജലം, മഞ്ഞുപാളികൾ, ഇവയുടെ ഏറ്റവും സൂക്ഷ്മമായ ചലനം പോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ 2 ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന നൈസറിന്റെ പ്രവർത്തനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 7 ദിവസം കൊണ്ട് ഇതിന്റെ ആദ്യ ഡേറ്റുകൾ ലഭിച്ചു തുടങ്ങും എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നൈസറിന്റെ വിക്ഷേപണം വിജയകരം.